എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കും വലിയവർക്കും പ്രിയപ്പെട്ടിട്ടുള്ള പൊരിയുണ്ടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. എളുപ്പമാണ്, വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് പൊരി. ഇപ്പോൾ ഈ പൊരി നമുക്ക് വീട്ടിൽ വെറുതെ തണുത്തു പോയാൽ ആൾക്കാർ കഴിക്കില്ല. പക്ഷേ അതൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, ക്രിസ്പി ആയിട്ട് കിട്ടും. അത് കളയേണ്ട ആവശ്യമില്ല. ഈ പൊരി ആവശ്യത്തിനുള്ളത് അപ്പോൾ ഏകദേശം ഒരു 2-3 കപ്പ്, ഞാൻ ചെറിയ ഒരു 250 ml കപ്പ് എടുത്തിട്ട് ഒരു 3 കപ്പോളം അതെടുത്തിട്ടുണ്ട്, പൊരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നന്നായിട്ട് ചൂടാക്കിയെടുത്തു. പിന്നെ അതുപോലെ ഒരു 1.5 അച്ച് ശർക്കര, അത് വല്ല മധുരം വേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഏകദേശം ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു. അത് വെള്ളത്തിൻ്റെ അളവൊന്നുമില്ല, ഒരു ഗ്ലാസ്. എന്നിട്ട് അതിനെ മെൽട്ടാക്കാൻ വേണ്ടിയിട്ട്, ഇത് മെൽട്ടാക്കിയിട്ട് നമുക്കത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ശർക്കര പാനീനെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് മെൽട്ടാക്കുക. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു പാനി, അരിച്ചെടുത്തിട്ടുള്ള പാനീനെ നമ്മൾ ഇനിയും വീണ്ടും ഇതിൽ പാനിൽ തന്നെ ഒഴിച്ചു കൊടുത്തു, സെയിം പാനിൽ തന്നെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു പൊരി ഇട്ട് കൊടുക്കാനുള്ള കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു പാനി, ഇപ്പോൾ ശർക്കര പാനി നമുക്ക് വെള്ളത്തിൽ നോർമൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുത്താൽ നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഈ ഒരു പാനീനെ ഉരുട്ടിയെടുക്കാൻ പറ്റും. എന്നിട്ട് ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടില്ല, ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഈ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള പൊരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് റെഡിയായി. ചൂടാണ്, ഭയങ്കര ചൂടാണ് പിടിക്കുമ്പോൾ. പക്ഷേ കുറച്ച് നെയ്യ് നമ്മളുടെ കൈമ തടവി കൊടുക്കാം. അതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കുമ്പോൾ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഉരുളകളാക്കിയിട്ട് എടുക്കാം ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ എന്നോട് അഭിപ്രായങ്ങൾ പറയൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.